കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന നമ്മുടെ സ്വകാര്യ ബസ് വ്യവസായവും അതിൻ്റെ ചാർജ് വർധനവ് സംബന്ധിച്ച ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ബസ് ഉടമകളുടെ ആവശ്യവും അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് അനിശ്ചിതകാല പണിമുടക്കിലേക്കൊക്കെ അവർ നീങ്ങുകയാണ്. നമുക്കറിയാം സ്വകാര്യ ബസ്സുകൾ തെക്കൻ ജില്ലകളിലൊക്കെ KSRTC ബസ്സാണ് ആളുകൾ കൂടുതൽ ആശ്രയിക്കുക. പക്ഷേ മലബാറുകാർക്ക് ഏക ആശ്രയം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ സ്വകാര്യ ബസ്സുകളെയാണ്. ഒരു കാലത്ത് വലിയ പ്രൗഢിയുള്ള ഒരു വ്യവസായമായിരുന്നു ഈ സ്വകാര്യ ബസ് വ്യവസായം. ഏതാണ്ട് 32,000 ബസ്സുകൾ കേരളത്തിലുടനീളം സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ അത് വെറും 7,200 ചുരുങ്ങി. ഏതാണ്ട് 2.5 ലക്ഷം പേര് ഇതിൽ ജോലി ചെയ്തിരുന്നു. അത് ഏകദേശം 60,000-70,000 പേരായിട്ട് അതും ചുരുങ്ങി. ഇപ്പോൾ നമുക്കറിയാം, ഏത് വീട്ടിൽ പോയാലും 5 ആളുടെ 5 പേർക്ക് കാറുള്ള കാലത്തേക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ മുന്നോട്ട് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. പക്ഷേ സാധാരണക്കാരായ കുറേ മനുഷ്യരുണ്ട് താഴെത്തട്ടിൽ, അവർക്ക് ഈ ബസ് തന്നെയാണ് ആശ്രയം. ഈ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ബസ് ഉടമകൾ ഉയർത്തുന്ന ഒരാവശ്യമുണ്ട്. നമ്മുടെ കുട്ടികളുടെ ബസ് ചാർജ് 2.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇന്നും ഒരു കുട്ടി കൊടുക്കുന്ന 1 രൂപയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് കടുത്ത എതിർപ്പാണ്. ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ബസ് വ്യവസായത്തിൻ്റെ സ്ഥിതി എന്താണ്? എന്തുകൊണ്ടാണ് ബസ് ചാർജ്, ഈ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് അനുവദിക്കാൻ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ സമ്മതിക്കാത്തത്? ഇതെല്ലാം നമുക്കൊന്ന് ചോദിക്കണ്ടേ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം എന്ന നിലക്ക് ഇത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട്, എങ്ങനെ, എങ്ങോട്ട് പോകുന്നു ഈ വ്യവസായം ഒന്നറിയാം നമുക്ക്. ബസ് ഉടമസ്ഥ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PP മോഹനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയൽ തോമസ്, 3 പേരും നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് മോഹൻ തുടങ്ങാം. എന്താണ് മോഹൻജി, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് നമ്മുടെ ഇവിടുത്തെ MP വരെ ബസ് വ്യവസായിയായിരുന്നു. ബസ് വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു പ്രൗഢിയുള്ള, ഈ നാട്ടിലെ ഏത് രാഷ്ട്രീയക്കാരനും സമീപിക്കുന്ന, എല്ലാവരുടെയും ആശ്രയിക്കാൻ വലിയൊരു സംവിധാനമായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ബസ് വ്യവസായത്തിൻ്റെ അവസ്ഥ? നിങ്ങൾ പറഞ്ഞെടുക്കും തുടങ്ങാം. ബസ് വ്യവസായം ഒരു പ്രൗഢിയുള്ള ഒരു വിഭാഗം നടത്തിയിരുന്നതായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ അത് തന്നെ നിങ്ങൾ ചോദിച്ചു, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ അതെ, ഇത് പണ്ടത്തെ ഒരു പകുതി ഭാഗമെങ്കിലും ഇന്നൊരു 50 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഈ കഴിഞ്ഞ 70 ബസ്സുള്ളത് ഇന്ന് 3 ദിവസമുള്ളത്. പണ്ട് എത്ര ഉണ്ടായിരുന്നു? പണ്ട് 14 ബസ്. 14 ബസ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബസ്സിന്റെ പേര്? എന്റെ ബസിന്റെ പേര് പ്രസാദ് എന്നായിരുന്നു. പ്രസാദ് ബസ്. എന്റെ അച്ഛനും ഇളയച്ഛനും എല്ലാം കൂടി അന്ന് എറണാകുളം കണ്ണൂർ വരെ 2 ബസ്. തൃശ്ശൂര്, കണ്ണൂർ, ആലപ്പുഴ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ, കോഴിക്കോടെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 14 ബസ്. 14 ബസ്. എത്ര ജീവനക്കാര്? അന്നേരം തന്നെ നമ്മളെ സ്വന്തം ജീവനക്കാരാണ്. ഒരു 40-50 ജീവനക്കാർ. അന്നാലും പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അന്നും ഇന്നും അവർക്ക് എന്നെയും അറിയാം, എനക്ക് അവരും അറിയാം. കാരണം അത്ര സൗഹൃദ ഇതായിട്ട് പോയതാ. പക്ഷെ അതാണ് ചുരുങ്ങി ഒന്നിലെത്തി. ആടുന്ന് പിന്നെ ഇപ്പൊ 2-3 ഞാൻ നിർത്തുന്നു. 14 നിന്നും 1 ചുരുങ്ങി ഇപ്പൊ 3 എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇത് ഈ പ്രത്യേകിച്ച് കൊറോണ എല്ലാം വന്നതിന് ശേഷം ബസ് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത, ഇന്നും അന്ന് കയറ്റിയിട്ട വണ്ടികൾ ഇന്നും പുറത്തിറക്കാൻ കഴിയാണ്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിനൊരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊന്ന് എന്തുകൊണ്ടാണ് കയറ്റിയിട്ടത്? കോവിഡ് വന്നതിന് ശേഷം അത് ഇറക്കാൻ കഴിയാത്ത ഒരു വിഭാഗം തന്നെ ഞെങ്ങിഞ്ഞെരുങ്ങിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ നിർത്തിയിട്ടെടുത്ത് പിന്നെ ആർക്കും ഇറക്കാൻ കഴിയാത്ത വന്നു. പിന്നെ അതിനോട് വന്ന് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം ചുരുങ്ങി. പിന്നെ അതിന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഓരോരോ ഗവൺമെന്റ് ഓർഡേഴ്സും പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഒന്ന് പറയുന്നത് KSRTCയെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടി അത് ഈ പ്രൈവറ്റ് മേഖലയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഓർഡേഴ്സ് ആയിപ്പോയി. അത് പ്രകാരം 140 കിലോമീറ്ററിന്റെ മുകളിലുള്ള ഒരു ബസ്സുകൾക്കും പെർമിറ്റ് കൊടുക്കാണ്ടായി. അത് നിർത്തിക്കഴിഞ്ഞിട്ട് തന്നെ കാലങ്ങൾ കുറേയായി. ദീർഘദൂര ബസ്സുകളൊക്കെ കോട്ടയം, ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? അത് മിക്ക ബസ്സുകളും ഇന്ന്
ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ദുർലഭ ബസ്സുകളേ ഇന്നുള്ളൂ, അങ്ങനെയുള്ള ബസ്സുകൾ. അത് 2009 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ റൂട്ടുകളെ നിലനിർത്തി തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്ന മാത്യു ടി തോമസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ഇന്നും ആ കേസ് സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു, ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി വിധിച്ചു. എന്നിട്ടും മിഞ്ഞാന്ന് നമ്മളെ മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ ഈ സമരത്തിനോടനുബന്ധിച്ച് ചർച്ചയിൽ മന്ത്രി പറഞ്ഞ എന്താ പറഞ്ഞാൽ അതിനും ഒരു പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കോടതി അനുവദിച്ചാൽ പോരാ, പിന്നെയും പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ തരത്തിൽ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഈ സർവീസ് നടത്താൻ, ഞങ്ങളെ ദ്രോഹിക്കുന്നത് മാത്രമല്ല ഞങ്ങളുടെ ഉണ്ടായ തൊഴിലാളികളെ അടക്കം വഴിയാധാരാക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. സഹായിക്കാനാണെന്ന് പേര്, പക്ഷെ എന്നാൽ സഹായിക്കുന്ന അവർക്ക് അതിന്റെ മെച്ചം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. എപ്പോഴും ആ പ്രതിസന്ധിയിലാണ്. ഇന്നും നമുക്ക് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 465 കോടി KSRTC പൈസ എഴുതിത്തള്ളി നമുക്ക് ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ കഴിയും. ഒരു ഭാഗത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ മാസാമാസം ടാക്സും ഈ ചെല്ലാൻ വഴി നമ്മൾ അടക്കുന്ന പൈസ കണക്കില്ല. ഒരു മാസം ടാക്സിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പൊ രക്തം ഇല്ലാണ്ടായി ആ സ്ഥിതിയിലുള്ള നമുക്ക് എന്തായാലും ജോയലെ KSRTC എന്ന് പറഞ്ഞാൽ എപ്പോഴും കട്ടപ്പുറത്തുള്ള ഒരു സ്ഥാപനം പോലെ എപ്പോഴും പ്രതിസന്ധി, എപ്പോഴും അതിനുവേണ്ടി കോടാനുകൂടി പൈസ ഇങ്ങനെ സർക്കാർ മുടക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും സുഗമമായിട്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി സഞ്ചരിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് വ്യവസായം. അത് നിങ്ങൾ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്പകാലം മുതലേ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ചും മലബാറിൽ നമുക്ക് സ്വകാര്യ ബസ്സല്ലാതെ വേറെ ആശ്രയമില്ല കൂടുതലും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യവസായത്തെ കോവിഡിന് ശേഷം നിങ്ങൾ ചാർജ് വർദ്ധനൊക്കെ അവിടെ നിൽക്കട്ടെ, വിദ്യാർത്ഥി നേതാക്കൾ നിങ്ങൾ വളർന്നു വരുന്നവരാണല്ലോ, ഇത്തരത്തിലൊരു വിഭാഗത്തെ ഇങ്ങനെ ഇവരെപ്പോഴും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. സർക്കാർ നികുതി ഇനത്തിൽ ഒരു ഭാഗത്ത് ഈ പൈസയെല്ലാം കൊണ്ടുപോയി KSRTC നന്നാക്കാൻ നോക്കും, ഒരിക്കലും നന്നാകാത്തൊരു പ്രസ്ഥാനം, എപ്പോഴും പരാതി, ഘടകകക്ഷികളുടെ കയ്യിലിട്ട് ഇത് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSRTC. എങ്ങനെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതും താങ്കൾ അറിയുന്നതുമായ KSRTCയും സ്വകാര്യ ബസ്സും എങ്ങനെ വിലയിരുത്തുന്നു ഈ രണ്ട് സംവിധാനവും സർക്കാരിൻ്റെ നിലപാടും? ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുമണ്ഡലത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. KSRTCയിൽ വലിയ രീതിയിൽ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ കൊടുക്കാനുള്ള ബാധ്യതയെപ്പറ്റിയെല്ലാം നമ്മൾ നിരന്തരം പറയുന്നതാണ്. പക്ഷേ SFI ഇപ്പോൾ നിലവിൽ നോക്കിക്കാണുന്നത് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം മന്ത്രിൻ്റെ പത്രസമ്മേളനം ഉൾപ്പെടെയുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ KSRTC നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിലിപ്പം സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള പല മനുഷ്യരും ഇവിടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും ഇത്തരത്തിലുള്ള യാത്രാ അവകാശങ്ങളെല്ലാം ഭാഗമായി വളർന്നു വന്നവരാണ്. KSRTC കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം, അതായത് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു വർഷത്തേക്ക് 150 രൂപ നൽകി ഒരു പാസ്. അത് ഇപ്പം +1 വിദ്യാർത്ഥിയാണെങ്കിൽ 2 വർഷം, അതായത് +1ഉം +2ഉം 150 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ഒരു കാർഡ് കൊടുത്ത് KSRTC ബസ്സിൽ ഒരു വർഷം ഉപയോഗിക്കാം. അത് ഒരു വർഷം കഴിയുമ്പോൾ റീചാർജ് ചെയ്യുക, കണ്ടക്ടറിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ KSRTC ഡിപ്പോയിൽ നിന്ന് റീചാർജ് ചെയ്ത് യാത്ര ചെയ്യാം എന്ന തരത്തിലുള്ള നല്ല തീരുമാനം. കാരണം നമ്മുടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പണ്ടുള്ള നമ്മൾ പലരും പറയും പ്രൈവറ്റ് ബസ്സിന് മാത്രം എന്തുകൊണ്ട് പാസ്, അല്ലെങ്കിൽ KSRTC ഗവൺമെന്റിന് ഇത് അത് തീർച്ചയായിട്ടും നമ്മളത് കൃത്യമായിട്ട് KSRTC ഒരേ റൂട്ടിൽ പ്രൈവറ്റും KSRTC ഓടുമ്പോൾ KSRTC ബസ് കുട്ടികളെ കണ്ടാൽ നിർത്താതെ പോവുകയും പ്രൈവറ്റ് ബസ് കുട്ടികളെ നിർത്തി കയറ്റി അവർക്ക് ST കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. അങ്ങനെയല്ല, KSRTC നിർത്താണ്ട് പോയി എന്നുള്ള അഭിപ്രായമൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തില്ല. ഫുൾ ടിക്കറ്റ് മുന്നേ പല ഡിപ്പോകളിൽ ഇപ്പോൾ കണ്ണൂർ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രദേശമായ കണ്ണൂരിൽ നിന്ന് കുടിയാമലയിലേക്കുള്ള പാസ് മുന്നേ അനുഭവിച്ചുകൊണ്ടിരുന്ന, അതായത് മുന്നേ പൈസ കൊടുത്ത് കുടിയാമല ഒരു KSRTCയുടെ ഹബ്ബായിരുന്നു. പണ്ട് ഒരു 40 വർഷം മുമ്പ് ബ്രിട്ടാസ് ആ നാട്ടുകാരനാണ്. ഞാൻ ബ്രിട്ടാസ് ഒരുമിച്ച് പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് KSRTC കുടിയാമലക്കുള്ള ദേശത്ത് റൂട്ട് പോലെ, അതുകൊണ്ട് KSRTC ഉള്ളൂ. തളിപ്പറമ്പിലെ ആ പഴയ ബസ് സ്റ്റാൻഡിൽ അതിങ്ങനെ നിന്ന് ആളെ ഫുള്ള് കയറ്റി പോകുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSRTC നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. അത് ഇപ്പൊ എടുത്ത തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ നമ്മുടെ SFI ഉൾപ്പെടെ സ്വാഗതം ചെയ്യുന്നൊരു നിലപാടാണ്. കാരണം നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് യാത്രാ അവകാശം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇപ്പം നേരത്തെ ഇതേ ഉൾപ്പെടെ സൂചിപ്പിച്ചു,
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഒരു ആഡംബരത്തിന് അല്ലെങ്കിൽ ഒരു പ്രൗഢിയുടെ ഞാൻ അതിനെ കുറച്ചും കൂടി ലളിതമാക്കി പറയാം. അതിപ്പം പ്രൗഢി എന്ന് നമുക്ക് പറഞ്ഞതിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ മാത്രമായിരുന്ന ഒരു സംഭവം ഇന്നത് കുറച്ചും കൂടി എല്ലാ ജനങ്ങൾക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ന് ബസ് വാങ്ങി റൂട്ടിൽ ഇറക്കാം എന്ന തരയിലേക്ക് മാറി എന്നതിനെ ഞാൻ അതിനെ കാണുന്നു. അല്ല, എണ്ണം കൂടുന്നു. ഇപ്പം വാഹനങ്ങളുടെ പ്രൈവറ്റ് വാഹനങ്ങളുടെ വർദ്ധന സ്വാഭാവികമായിട്ടും ബസ് അത് കാലക്രമേണ കുറയും. അതിപ്പം നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല, എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും നമുക്ക് പരിശോധിച്ചു സ്വകാര്യ ബസ്സുകളെ സ്വാഭാവികമായിട്ട് സംരക്ഷിക്കണം. അത് സ്വാഭാവികമായിട്ടും അവര് അതിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് ഞാൻ ഒത്തിരി കാലം നമ്മൾ സൗജന്യമായി അതിനകത്ത് യാത്ര ചെയ്യുന്നവരാണ്. തീർച്ചയായും ആ പ്രസ്ഥാനം തകരാതിരിക്കുന്നതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനകൾക്കും ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയുന്നു അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ആ മേഖല തകരാൻ വേണ്ടി പാടില്ല എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ അത് ഈ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികൾ അതൊരു അധിക ബാധ്യതയായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലുള്ള എന്തായാലും പറയാ, ഉത്തരത്തിലുള്ളത് എടുക്കുക വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല. ₹1 നമ്മൾ പറയും. ഇപ്പൊ പലരും കഴിഞ്ഞ ദിവസം ഈ സമരത്തിന്റെ ഭാരവാഹി ഉൾപ്പെടെ ഒരു അഭിമുഖത്തിൽ പറയുന്ന ഞാൻ കേട്ടു. അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ₹1 കൊടുത്ത് യാത്ര ചെയ്യാൻ പോലും നാണം തോന്നുന്നു എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന. അതിലേക്ക് വരാം. അതിലൂടെ ചോദിക്കും എങ്ങനെ അതിൽ നമ്മൾ ഈ സാധനം കുറെ ഈ ബസ്സാണ് നമ്മൾ അപ്പോൾ അവരൊരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ചേർത്ത് നിർത്തുക. നമ്മൾ ഇത്രയും കാലം കൊണ്ടുപോകേണ്ട ആളുകളാണ്. എങ്ങനെയാണ് അതൊരു ഈ വ്യവസായത്തെ കാണുന്നത്? ഇതിൻ്റെ ഒരു KSRTC രക്ഷിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പറയുന്നു. എന്താണ്, എങ്ങനെ തോന്നുന്നു? ഇതിനകത്ത് നമ്മുടെ രാജ്യത്തിന് കരുത്താകേണ്ടവർ, നാളെയുടെ വിളക്കായി മാറേണ്ട ആളുകളാണ് ഈ വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥി സമൂഹത്തെ തീർച്ചയായും പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിനകത്തുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി കൺസെഷനാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഈ ഒരു അവകാശം. പല ആളുകളും പല ബസ് ജീവനക്കാരുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ബസ് ജീവനക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതൊരു അവകാശമാണ് എന്നുള്ളത്. കുട്ടികളെ ചേർത്ത് നിർത്തി ബസ്സിൽ കൊണ്ടുപോകുന്ന ജീവനക്കാരും ഉണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നില്ല. അത് നമ്മൾ അങ്ങനെ നല്ല ജീവനക്കാരൊക്കെ ഉണ്ട്. എല്ലാ വിധത്തിലും സഹകരിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ കൂടെ ഇത്തരം ആളുകൾ കൂടിയുണ്ട്. അപ്പൊ ആ വിദ്യാർത്ഥികളുടെ അവകാശം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന കാര്യമാണ്. അപ്പൊ അതിൽ വിദ്യാർത്ഥികളുടെ ഈ കൺസ്ട്രക്ഷന്റെ ഫീ കൂട്ടിക്കൊണ്ടാണ് ബസ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ബസ്സിന്റെ മുതലാളിമാരുടെ ബസ് മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള ആ ഒരു ആവശ്യത്തിലാണ്, അതിലാണ് നമുക്ക് പ്രയാസമുള്ളത്. മറ്റു വഴികൾ തേടണം. ഇവിടെ സർക്കാർ ഉണ്ടല്ലോ, സർക്കാർ ചെയ്യണം. അതാണ് ഞങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ സർക്കാർ അതിൽ വളരെ ഗൗരവത്തോടുകൂടി ഇടപെടണം. ഇതിനകത്ത് ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, ടാക്സിൽ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ ഡീസൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സബ്സിഡി നൽകുവാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകണം. അപ്പൊ ഈ നിലയിലുള്ള നടപടികൾ എടുത്തുകൊണ്ട് ബസ്സിന്റെ ആ മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഇടപെടൽ സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഇടപെടണം. അല്ലാതെ വിദ്യാർത്ഥികളുടെ മേലെ അതിനകത്ത് കയറേണ്ട ആവശ്യമേ ഇല്ല. അത് ഒരു അവകാശം. നമുക്ക് ശ്രീ മോഹൻ, ഇപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? ഈ വ്യവസായം രക്ഷപ്പെടാൻ നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, അതിന് മുന്നേ ഒറ്റ വാക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ രണ്ടാൾ പറഞ്ഞതിനോട് ഞാൻ പറയാം. കാരണം ഞാനും വിദ്യാർത്ഥി അയച്ചു വന്നത് നിങ്ങളും വിദ്യാർത്ഥികളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്നും ചേരേണ്ടവരാണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയും. 90% കൺസെഷൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് 90% വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 13 വർഷമായിട്ട് അനുഭവിച്ചു വരുന്നത് ₹10 കൊടുക്കേണ്ടടുത്ത് ₹1. അത് കഴിഞ്ഞ 13 വർഷമായിട്ട് ഇതേ കൺസെഷൻ വരും. അപ്പൊ അതിന് മാനദണ്ഡം അനുസരിച്ച് തന്നെ ഒരു വർധന ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ തന്നെ പരസ്പരം, നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ തൊഴിലാളികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികളെ എടുത്തു കയറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. കാരണം ഇന്ന് 70% ഭിക്ഷക്കാർ പോലും വിദ്യാർത്ഥികളാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഇന്ന് ഒരു കുട്ടിയോ ഒരു രക്ഷിതാവോ സ്കൂളിൽ പോകുമ്പോ ബസ്സിന് പൈസ എടുത്തിട്ടോ ചോദിക്കൂല. കാരണം ആ ₹1 ബാഗിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ശരിയല്ലേ? എന്തെങ്കിലും സാധനം വാങ്ങിയതിന്റെ ബാക്കി കുട്ടീന്റെ പോക്കറ്റിലോ ബാഗിലോ ഉണ്ടാവും. കുട്ടിക്കോ ₹1 ഇല്ലാണ്ടായി പോയെന്ന് വെച്ചിട്ട് കുട്ടീനെ ഇറക്കി വിടുന്ന സംഭവം ഇന്ന് ബസ്സിൽ ഇല്ലതാണ്. കാരണം ₹1 വേണ്ടിയിട്ട് ഇത് ആരും ചെയ്യുന്നില്ല. അത്ര പോലും ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പൈസ സാധനം വാങ്ങിയിട്ട് ബാക്കിയില്ലാത്ത ₹1 ഉണ്ട്. അപ്പൊ രക്ഷിതാക്കളും ചോദിക്കുന്നില്ല,
കുട്ടികളും ചോദിക്കുന്നത് അതൊരു ബേർഡനായി മാറുന്നേ ഇല്ല. മാറുന്നേ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഇന്ന് ഒരു 70% വിദ്യാർത്ഥികളും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞതാണ് KSRTC കണ്ണൂരൊന്നും KSRTCയിൽ ഫുൾ പൈസ ആദ്യം അടച്ചിട്ട് മാത്രമേ പാസ് കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഞങ്ങളൊക്കെയാണെന്ന് ഞങ്ങൾ സ്വീകാര്യാണ്. ഇനി അല്ലെങ്കിൽ KSRTC നമ്മൾ കൊടുക്കുമ്പോൾ കൊടുത്തോട്ടെ ഡെയിലി കയറുന്നവർക്ക്. അത് ചെയ്യില്ല. ഇത് ഈ അനുഭവിക്കുന്ന സുഖം തന്നെ KSRTC തെക്ക് തിരുവനന്തപുരം പ്രൈവറ്റ് ഇല്ലാത്ത മേഖലയിൽ മാത്രമാണ് ഇന്നും KSRTC പാസ് കൊടുക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയാം. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രധാന കാര്യം ഒന്ന് മെയിനായിട്ട് ഇത് തന്നെ, വിദ്യാർത്ഥികളുടെ കൺസെഷൻ. ബസ് ചാർജ് വർധനവ് ഞങ്ങളുടെ അജണ്ടയിലില്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ 13 കൊല്ലമായിട്ട് കൂട്ടാത്ത ചാർജ്. 2 കമ്മീഷൻ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ, ജസ്റ്റിസ് രവി രാമൻ കമ്മീഷൻ, 2 കമ്മീഷനും വിദ്യാർത്ഥികളുടെ ചാർജ്, വിദ്യാർത്ഥികൾക്ക് ബസ് ഉടമസ്ഥർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതയല്ല, അത് ഗവൺമെന്റിന്റെ ബാധ്യത എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഗവൺമെന്റ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ചാർജ് വർധനയെ പറ്റി കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വളരെ ഒരു 5-8 കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നടപ്പിലാക്കണം. എത്രയാണ് മിനിമം? എത്രയാക്കണം? മിനിമം 5 രൂപയെങ്കിലും ആക്കണം എന്നുള്ളതാണ്. ആ 5 രൂപ ഞാൻ ഒറ്റ മിനിറ്റ് കൂടി ഞാൻ പറയാം. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവർ സ്വീകരിക്കും. പക്ഷേ ഈ 2 സുഹൃത്തുക്കളും കൂടി അതിന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സമ്മതം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ അതിന് സമ്മതം കൊടുക്കണം മന്ത്രിക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 1 രൂപ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിയാൽ 1 രൂപ ചില്ലറ തരാനില്ല, കോയിനുകൾ ഇല്ലാതായി. എവിടെ പോയാലും കോയിനുകൾ 1 രൂപ 2 രൂപ അല്ലെങ്കിൽ നമ്മളൊക്കെ 10 പൈസ കൊടുത്ത് ബസ്സിൽ യാത്ര ചെയ്ത ആളുകളാണ്. 10 പൈസ ST യാത്ര ചെയ്ത ആളുകളാണ്. അപ്പോൾ ഈ 1 രൂപ എന്ന് പറയുന്നത് അത് ഈ KSRTCയിലില്ല. ഇവരുടെ ഈ സ്വകാര്യ വ്യക്തികളുടെ ഈ സംവിധാനത്തിലൂടെ നിങ്ങളുടെ അവകാശം സ്ഥാപിച്ച് കിട്ടണം എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്, എന്ത് നീതിയാണുള്ളത്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ രണ്ടാളും സൂചിപ്പിച്ചുമായി ബന്ധപ്പെട്ടാണ് അതിൽ തന്നെ അതിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു 1 രൂപ 1 രൂപ ഇല്ലാത്ത ആരുമില്ല എന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ അങ്ങനെ പൊതുവൽക്കരിക്കാൻ വളർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ 1 രൂപ എടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് വളർന്നവരാണ്. അതെ. 1 രൂപ എടുക്കാനില്ലാത്ത ഒരു വീട് കേരളത്തിലുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, 1 രൂപ എടുക്കാനില്ലാത്ത വീട് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ 1 രൂപ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് യാത്ര എത്ര കിലോമീറ്ററാണ്? 2.5 കിലോമീറ്ററാണ്. 2.5 കിലോമീറ്ററാണ് 1 രൂപ കണക്കാക്കുന്നത്. അതായത് 10 രൂപയുടെ യാത്രയ്ക്കാണ് ഒരു വിദ്യാർത്ഥി 1 രൂപ നൽകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന കുട്ടി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന കുട്ടികളെക്കാൾ എണ്ണം കൂടുതലാണ് ഈ 2.5 കിലോമീറ്റർ. അടുത്ത സ്കൂളിലേക്ക് 10, 50, 60 കുട്ടികൾ ഒരുമിച്ച് ഒരു ബസ്, 30 കുട്ടികൾ ഒരുമിച്ച് കയറും. ഈ ബസ് റൂട്ടിൽ ഒരിക്കലും ഈ കുട്ടികൾക്കായി ഈ 1 രൂപ വാങ്ങിയിട്ട് ഇതിന് എണ്ണ എടുത്തത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ജോയലിന് പറയാം. എനിക്കല്ല, അങ്ങനെയല്ല. കാരണം വേറെ എന്ത് സബ്സിഡിയാണ് സർക്കാർ കൊടുക്കുന്നത്? ഇതിപ്പോ മുന്നേ ഇപ്പം ബസ്സിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു പരിഭവവും ഇല്ല. മുന്നേ കൃത്യമായിട്ട് ഇപ്പം 2.5 കിലോമീറ്റർ 10 രൂപയാണ് മിനിമം ചാർജ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഭേദപ്പെട്ട ഒരു നിരക്ക് തന്നെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ SFI ഉൾപ്പെടെ വിശ്വസിക്കുന്നത്. അപ്പം അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ടിക്കറ്റ് വർധന ഉൾപ്പെടെ വരുന്ന സമയത്ത് യാത്രാ കൺസെഷൻ ഉൾപ്പെടെ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് അത് വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടാകുന്നത്. കണക്കിലെടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരമായി ഉൾപ്പെടെ നേരത്തെ കഴിഞ്ഞ ദിവസം പല വാർത്താ മാധ്യമങ്ങളിലും കണ്ടു. അതായത് ഈ ബസ് സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ സമരത്തിൽ നിന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം ആ സമരത്തിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്ന ആവശ്യം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ബസ് ഉടമകൾ ഉൾപ്പെടെ ഈ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇവര് കേരളത്തിലെ മൊത്തം ബസ് മുതലാളിമാരുടെ പ്രതിനിധിയായിട്ട് ഉൾപ്പെടെ എനിക്ക് നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം അതിൻ്റെ അകത്ത് ഒരു സംഘടന, കേരളത്തിലെ പ്രമുഖ ബസ് മുതലാളിമാരുടെ സംഘടന ഉൾപ്പെടെ ആ സമരത്തിൽ നിന്നും നിങ്ങൾ പറയുന്നതാണ് ശരി, 1 രൂപയുടെ മേലെ പോകാൻ പാടില്ല എന്നാണ് താങ്കൾ. നമ്മൾ പറയുന്നത് ശരിയെന്നല്ല, നമ്മൾ അതിൽ നിന്ന് പിന്നോട്ടില്ല. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് മോഹനാട്ടന്റെ സാഹചര്യങ്ങളോട് നമുക്ക് മാനസികമായി ഐക്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഇടപെടൽ കൃത്യമായിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാത്തത്? അത് എന്തുകൊണ്ടാണെന്ന് സർക്കാരിനോട് ചോദിക്കണം. അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലക്ക് ഇപ്പൊ ഈ കേരളത്തിലെ നമ്മളൊരു സിനിമാടനാണല്ലോ ഇപ്പോഴത്തെ മന്ത്രി, എപ്പോഴും ഈ ഒരു വകുപ്പ് റൂളിംഗ് പാർട്ടികൾ പലപ്പോഴും എടുക്കാറില്ല. ഘടകകക്ഷികളാണ് ഇത് കൈകാര്യം ചെയ്യുക. പരാതികൾ എപ്പോഴും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണിത് ഈ ഗതാഗത വകുപ്പ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് KSRTC രക്ഷിക്കുക, ഒരു ഭാഗത്ത് ഇവരെ തകരാറാക്കുക. എങ്ങനെയാണ് അതിനെ നോക്കി കാണാൻ പറ്റുക? സർക്കാർ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രതിസന്ധികൾ കാണുന്നില്ല എന്ന് പറയും. ബസ് ജീവനക്കാരുടെ മാത്രമല്ല, കേരളത്തിനകത്തുള്ള സർക്കാർ ഇപ്പം എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, ഈ ബസ് മേഖല ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ തന്നെ മേനി പറഞ്ഞ് നടക്കുകയാണ് എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മൾ കാണണം, തീർച്ചയായിട്ടും കണ്ടേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് ഈ സാർ. ഞാൻ കാര്യം പറയട്ടെ, ഇതിനകത്ത് 1 രൂപ എന്ന് പറയുമ്പോഴും ബസ് ജീവനക്കാരായിട്ടുള്ള പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പല ബസ് മേഖലയിലുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, പലയിടത്തും വിദ്യാർത്ഥികളെടുത്ത് 1 രൂപയല്ല വാങ്ങിക്കുന്നത്, 5 രൂപ വാങ്ങിക്കുന്നു, 10 രൂപ മേടിക്കുന്നു. ആ നിലയിൽ പൈസ നിർബന്ധിച്ചിട്ട് വാങ്ങിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ 2 രൂപയാണെങ്കിൽ പോലും അത് രാവിലെയും വൈകുന്നേരം ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ദിവസവും ഇവർ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പല മേഖലകളിലും പ്രതിസന്ധി അനുഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇതൊരു പ്രയാസമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനെ കാണേണ്ടതില്ല. അത് തീർച്ചയായിട്ടും ഈ പൈസ, അതായത് വിദ്യാർത്ഥി കൺസെഷന്റെ ഫീ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് എങ്ങനെ മറികടക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ബസിന്റെ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇളവ് വരുത്താൻ വേണ്ടി തയ്യാറാകുക, ഡീസൽ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക, ആ നിലയിലുള്ള പ്രായോഗികമായിട്ടുള്ള കൺസെഷന്റെ പൈസ സർക്കാർ കൊടുക്കുക. അതെ, ആ നിലയിൽ കൊണ്ടുപോകുക. അങ്ങനെയാണല്ലോ ഇടപെടേണ്ടത്. കർണാടകയിൽ എന്താണ് സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഇപ്പോ അവിടുത്തെ കോൺഗ്രസിന്റെ സർക്കാർ ചെയ്തു കൊടുത്തില്ലേ? വനിതകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുത്തില്ലേ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അത് സാധ്യമാകില്ല? ആ ചോദ്യം ആണ് എന്റേത്. ഒന്നുമില്ല, നിങ്ങൾ സംഭവം എല്ലാം ശരിയാണ്. ഇവർക്ക് നിലനിൽക്കണം, ഇവർ പ്രതിസന്ധിയിലാണ്. മറ്റ് സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ കർണാടക അതിൽ പറഞ്ഞു വലിയ മുന്നേറ്റമാണ് നടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെയാണ്, സൗജന്യമാണ്. എന്തുകൊണ്ട് കേരളത്തിന് സാധിക്കുന്നില്ല? കുട്ടികളെ മുഴുവൻ സൗജന്യമായി കൊണ്ടുപോവുക, ഡീസൽ സബ്സിഡി കൊടുക്കുക, നികുതി ഇളവും കൊടുക്കുക, ആ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക, കുട്ടികളെ കൊണ്ടുപോവുക. നടക്കുമോ? ഞാൻ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗവൺമെന്റ് പ്രതിനിധിയായിട്ടല്ല, ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഇടതുപക്ഷ സംഘടനയല്ലേ ഇടതുപക്ഷ വിദ്യാർത്ഥി കേരളം ഭരിക്കുന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. തീർച്ചയായിട്ടും ആ പക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, പാർട്ടി, അതെ അതൊരു സിസ്റ്റമാണ്. ഇപ്പം വെറുതെ ഇപ്പൊ ജോയൽ നീൽ ഇങ്ങനെ ഒരു സാങ്കേതിക അർത്ഥത്തിൽ ആർക്ക് പറയാം ഞങ്ങൾ സ്വതന്ത്രരാണ്. അങ്ങനെ പറയുമ്പോഴും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനൊപ്പം അവര് ആ ഒരു സംവിധാനത്തിന് ഒരു വിരുദ്ധമായ ഒരു പരിധി വിട്ട നിലപാടെടുക്കാൻ സാധിക്കുമോ ജോയലിന് എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നുമല്ല. അതിന്റെ വസ്തുത നമുക്കറിയാം. നമ്മൾ ഇന്ന് ഈ ഇരിക്കുന്ന സ്ഥലം മേലേച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് യാത്രാവകാശത്തിന്റെ എല്ലാം പാരമ്പര്യം നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പോരാട്ടവും ഏറ്റവും കൂടുതൽ അതിന് സഹനവും സഹിക്കേണ്ടി വന്ന സംഘടന SFI തന്നെയാണ്, ഒരു തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇന്നിരിക്കുന്ന ഈ മേലേച്ചോയ്ക്ക് അപ്പുറം ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. ആ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഇന്നും ജീവിച്ചിരിക്കേണ്ട KC രാജേഷ് എന്ന് പറയുന്ന SFIയുടെ ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം ജീവിച്ചിരിക്കാതിരിക്കാൻ കാരണമായിട്ടുള്ളത് യാത്രാ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് സമരം ചെയ്തുകൊണ്ടാണ്. KC രാജേഷിനെ ബസ് കയറ്റിയിട്ടാണ് ഇവിടുത്തെ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിന്നും ഏറെ വൈകാരികമായിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ യാത്രാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഇടപെടാൻ കഴിയുന്നതും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടപെട്ട സംഘടനയും SFI ആണെന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ അത് പറയുമ്പോൾ നേരത്തെ ഒരു പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടുമായി അല്ലെങ്കിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് SFIയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഉൾപ്പെടെ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? മിനിസ്റ്റർ തന്നെ പറയുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളോട് കൂടി ആലോചിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് ഞങ്ങൾ എടുക്കൂ എന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി നല്ല രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. നമ്മൾ വളരെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം SFIയും അല്ലെങ്കിൽ KSUവും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കുമാണ്
ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും നല്ല ബോധ്യം എന്നതുകൊണ്ട് തന്നെയായിരിക്കാം മന്ത്രി അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണിക്കാം. ചോദ്യത്തിനുള്ള ഉത്തരവായി എന്തുകൊണ്ട് തമിഴ്നാടും കർണാടകയും മോഡലിൽ ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ സൗജന്യമായി സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യട്ടെ, അതിനുള്ള ഡീസൽ സബ്സിഡി നികുതി ഇളവും, ഏത് കുട്ടി യാത്ര ചെയ്യുന്ന ആ പണം സർക്കാർ കൊടുക്കും. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ആശുപത്രി ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സർക്കാർ പൈസ അടക്കുന്നുണ്ട്, പ്രത്യേകമായ പദ്ധതികൾ അതിനുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്റം നന്നായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം സൗജന്യമായി കൊടുക്കുന്നുണ്ട്, പുസ്തകം സൗജന്യമായി കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് യാത്രാ സൗജന്യം കൂടി? നാളത്തെ പൗരന്മാരാണ് ഇവർ. ആ പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ ഒരു തീരുമാനം എന്ന നിലക്ക് പൂർണ്ണ സൗജന്യം, അതിനുള്ള പണം ഉടമകൾക്ക് നൽകാൻ ആ സബ്സിഡിയും ഡീസൽ സബ്സിഡിയും ഒക്കെ കൊടുത്ത് ചെയ്യാൻ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരല്ലേ വിദ്യാർത്ഥികൾ? തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ യാത്രാപരമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം പരിപൂർണമായിട്ടും സാർവത്രികമായിട്ട് സൗജന്യമായിട്ട് നൽകുന്ന ഒരു സ്ഥലമാണ്. എല്ലാം സൗജന്യം. പക്ഷേ നമ്മളിപ്പം കേരളത്തിന്റെ സാഹചര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബസ് ഉടമ എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല. കേരളത്തിൽ നമ്മൾ നേരത്തെ നിങ്ങൾ ഉൾപ്പെടെ ആദ്യം സംസാരിച്ച കാര്യം, കേരളത്തിൽ നേരത്തെ KSRTCയുമായി ബന്ധപ്പെട്ട് വലിയ പോരായ്മകൾ മുന്നേ നിലനിന്നിരുന്നു. പല സമയങ്ങളിലും പല വിഷയങ്ങളും KSRTCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നില്ല. ആ സമയത്തെല്ലാം SFI പറഞ്ഞ നിലപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ KSRTC ബസ് വ്യവസായവും KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് വ്യവസായവും നിലനിൽക്കണം എന്ന നിലപാട് തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. ഞാൻ എന്റെ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം വന്നിട്ടില്ല. ഒരിക്കൽ കൂടി ആ ചോദ്യം ഞാൻ ആവർത്തിക്കും. ശ്രീ മോഹനൻ, ഈ പറയുന്നതിന്റെ കാര്യം ഇപ്പൊ KSRTCയിലെ സൗജന്യം, ഈ പറഞ്ഞ പോലെ പൂർണ്ണമായ സൗജന്യം, ₹1 സംവിധാനമൊന്നുമില്ല, ഇപ്പം പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ സംവിധാനത്തിൽ ഈ ഇന്ധന ഈ കുട്ടികളുടെ ₹5 വർദ്ധിപ്പിക്കാതെ സർക്കാരിൽ നിന്ന് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ഈ കാര്യങ്ങൾ നമ്മൾ സർക്കാരിനോട് വളരെ വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് ഡീസലിന് സബ്സിഡി തന്നാൽ മതി, ടാക്സിൽ ഇളവ് തന്നെ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നടപ്പിലാക്കുന്നതിന് പ്രയാസമില്ല. പക്ഷേ സർക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. ഏറ്റവും വലിയ ബേർഡൻ ഞങ്ങൾക്ക് ഡീസലിൻ്റെ ഇതാണ്, ടാക്സാണ്. അതുകൂടാത്ത ഡീസലിന് സെസ് ഏർപ്പെടുത്തി. ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വലിയ നഷ്ടമൊന്നും വരില്ല. കാരണം ₹10 മിനിമം ചാർജ് ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വളരെ സേഫ് സോണിലാണെന്നാണ് പറയുന്നത്. സേഫ് സോണിലാണെങ്കിൽ ഈ ഇന്നത്തെ പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളൊരു കാലത്ത് സമരം ചെയ്യണം വേണ്ടി തയ്യാറുള്ളവരല്ല. ഞങ്ങൾക്ക് സമരം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടായ 70% ഇന്ന് വിദ്യാർത്ഥികളാണ്. ആ 70% വർദ്ധിപ്പിക്കാത്ത ബാക്കി വരുന്ന 30% മാത്രം വർദ്ധിപ്പിച്ചതിന് കൊണ്ട് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ചാർജ് 50% ആക്കണം, ഇതിൻ്റെ 50% ആക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റ് പല കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ പെർമിറ്റുകൾ പുതുക്കി തരണം. അതുകൂടാതെ വേണ്ടി ഈ ചെല്ലാൻ വഴി ഞങ്ങൾക്ക് ഇന്ന് ഒരു മാസം ചുരുങ്ങിയത് ഒരു ₹10,000 ഓരോ ഫൈനായിട്ട് ഈടാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞു ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഇന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആടി മെസ്സേജ് വരുന്നുണ്ടാവും, ഇന്ന ബസ് ഇത്ര ചെല്ലാൻ അടക്കണം. എല്ലാ ഭാഗത്തുനിന്നും പണിയാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളെ തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ഒരു PCC സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് വേണം സർ. കാരണം ഈ ബസ്സുകളുടെ ബസ്സുകൾ ഓടിക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ നില റോഡിൽ നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഞാൻ സമ്മതിക്കാം. അങ്ങനെ KSRTC പണിക്കാർക്ക് വേണ്ടേ? KSRTC നിർബന്ധമായിട്ടും ആ ജോലി കിട്ടണമെങ്കിൽ തന്നെ ഈ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതെ, അങ്ങനെ മതിയോ? നിങ്ങളുടെ വരുന്ന ജീവനക്കാര് ഇപ്പൊ അത് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് ബസ് ജീവനക്കാര് നിങ്ങൾ എടുക്കുന്നത് ഈ പോലീസ് ക്ലിയറൻസ് ഇല്ലാത്ത എടുത്ത ഇപ്പൊ തന്നെ അവരിൽ പലരും ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. വ്യാപകമായ പ്രചരണമുണ്ട്. അത് ശരിയാണ്, ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കർശനമായ പരിശോധന വേണം. ഈ പോലീസ് ഇതിൽ ഈ ഒഫൻസിൽ പെടാത്ത കൂട്ടർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? ഈ ഒഫൻസിൽ പെട്ട കൂട്ടർക്ക് കേസിലേക്ക് കിട്ടൂലേ? ഓന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വലിയ ഡ്രഗ്സ് കഴിക്കൂലേ? അപ്പൊ അവനെ നമുക്ക് പരിശോധിക്കാത്ത പറ്റുമോ?
അത് ഒരു ഇത്രയും അത് ഈ ആളുകളുടെ ബസ് ജീവനക്കാർക്ക് ഒരു കാറിൽ മാത്രമായി പോകുന്ന രണ്ടാളാണ്. ഒരു ബസ്സിന് 40, 50, 60, 70 ആളെ ഇതിൽ കൊണ്ടുപോകുന്നതാണ്. അവന്റെ സ്വഭാവം അറിയണം, അവന്റെ ക്യാരക്ടർ ഈ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. കർശനമായ പരിശോധന ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നുണ്ടല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റോട്, MVD ഡിപ്പാർട്ട്മെന്റോട് പറയുന്നുണ്ട്. വാഹനം നടന്നിട്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ ബസ് സ്റ്റാൻഡിൽ പരിശോധിക്കാം, ബസ് സ്റ്റാൻഡിൽ പരിശോധിക്കാം, ബസ് സ്റ്റാൻഡിൽ പരിശോധിക്കാം. അങ്ങനെ 1 or 2 തവണ ഉണ്ടാകുന്ന ഇന്ന് ഡ്രൈവർ കോഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഡീബാർ ചെയ്യണം. തിരിച്ചു വരാം. അതിൽ ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഈ റേഷനരി വാങ്ങുന്നതിന് കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഏത് മേഖല എടുത്താലും ചികിത്സയ്ക്ക് പോയ കാറ്റഗറി ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഹയർ എഡ്യൂക്കേഷൻ പോകുമ്പോഴും പല രീതിയിലുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഈ ബസ് യാത്രക്കും അങ്ങനെ ഒരു പാറ്റേണിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടുണ്ടോ? BPL, APL ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, വീട്ടിൽ റേഷൻ കാർഡ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ആലോചിച്ചുകൂടാ? കാരണം ഈ വ്യവസായം നിലനിൽക്കണമല്ലോ. നിലവിലത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് അത്തരം ആലോചനകൾ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് എന്താണ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഇത് വെറുതെ ഉണ്ടായ ഒരു അവകാശമല്ലല്ലോ. ഒരു കാര്യം അതിൽ ഈ ₹1 എന്ന് പറയുന്നത്, ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മളെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് നമ്മൾ ജീവിതം എല്ലാവരും ഉയർന്ന ഒരു സ്ഥലത്ത് വലിയ ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങൾ ഈ പറയുന്ന അതിദരിദ്രരായ മനുഷ്യർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഒരു കാലമാണ്. ഈ ₹1 ചാർജ് എന്നുള്ളത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പുറത്ത് നിങ്ങളുടെ ഒരു ഉഷാറിനും ഉന്മേഷത്തിനും പറയുന്നല്ലേ ശരിക്കും? അല്ല ഇതിനകത്ത് എന്ന് വെച്ചാൽ വിദ്യാർത്ഥി കൺസെഷൻ എന്ന് പറയുന്നത് അതിൽ നയാ പൈസ വർദ്ധിപ്പിക്കുന്നതിൽ നമുക്ക് യോജിപ്പില്ല. അത് സർക്കാർ ഇടപെട്ടു. ₹2 ഇപ്പൊ വഹിക്കുന്നത്. ഇപ്പൊ ₹2 ₹1, ₹2 ചെറിയ 2.5 കിലോമീറ്റർ ആയ ആളുകളെടുത്ത് പോലും വിദ്യാർത്ഥികളെടുത്ത് ഇപ്പൊ ₹2 നമ്മൾ ഗ്രൗണ്ടിൽ മിനിമം ചാർജ് 1 നിയമപരമായി അങ്ങനെയാണെങ്കിൽ പോലും ഇവിടുത്തെ വിദ്യാർത്ഥികളെടുത്ത് 2 വേണം എന്ന് പറഞ്ഞു. 2 വേണം. ഞാൻ കാണിച്ചു എന്റെ നാടിൽ നിന്ന് മുത്താറിലെ രാജീവ് സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ ഉള്ളൂ. അവരെടുത്ത് ₹2 അധികമാണ്. അതിലൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ആള് വരും. ഇപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ആൾ വരുന്നില്ല. അഥവാ വന്നാൽ തന്നെ, കേരളത്തിലേക്ക് പൊതുവെ അങ്ങനെ ആളുകൾ വന്നാൽ തന്നെ ₹1 കൊടുത്താൽ ആ ഏറ്റുവാങ്ങുന്നതിന്റെ മാനസികതയിൽ എന്തായി? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഒരാൾക്ക്? അത്തരം സംഭവങ്ങളോട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു യുക്തിയുമില്ല. നമ്മുടെ മക്കളുടെ ജീവിത നിലവാരം വലിയ നിലക്ക് ഉയർന്ന ഒരു കാലഘട്ടമാണിത്. അവർക്ക് നമ്മൾ ഫ്രീ നോട്ട്ബുക്ക് കൊടുക്കുന്നു, ഫ്രീ യൂണിഫോം കൊടുക്കുന്നു, എല്ലാം സൗജന്യമായി കൊടുക്കുന്നു. ആ കുട്ടികൾക്ക് സ്വകാര്യ ബസ് മുതലാളി വരെ അവരെ വെറുതെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് ശരിയാണ്? സാറ് ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നത് വിദ്യാർത്ഥി കൺസെഷൻ അങ്ങനെ വാശി പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ബസ് ജീവനക്കാരുടെയും ചോദ്യം ചോദിക്കുന്ന സാറിന്റെയും ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ബസിന്റെ ആ സ്വകാര്യ മേഖല പറയട്ടെ. അപ്പൊ ഈ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധി നിന്ന് കരകയറണമെന്നല്ലേ? അപ്പൊ ആ പ്രതിസന്ധി നിന്ന് കരകയറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഫീ വർദ്ധിപ്പിച്ചിട്ടാകരുത്. മറ്റു വഴികൾ ഞാൻ നിരന്തരം 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും അതിനുള്ള വഴികൾ അടക്കം പറഞ്ഞു വന്നു. അപ്പൊ അത് സർക്കാർ ഇടപെട്ട് അതിനെ ആ നിലയിൽ കൊണ്ടുപോകണം. അത് ആ നിലയിൽ കൊണ്ടുപോകണം. അത് എന്തുകൊണ്ട് എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്, സർക്കാരിന്റെ പ്രതികളോട് ചോദിക്കണം. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടി തയ്യാറാകുക. അല്ലാതെ വിദ്യാർത്ഥികളുടെ മെക്കിട്ട് കയറി വിദ്യാർത്ഥികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ലല്ലോ സാർ. 1957 58 ജൂലൈ 12 KSUവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരാണ സമരം, ചരിത്രപരമായ സമരം. അന്ന് വിദ്യാഭ്യാസ ബന്ധുകൾ നടന്നു, തെരുവുകളിൽ പ്രകടനങ്ങൾ നടന്നു, മുദ്രാവാക്യങ്ങൾ നടന്നു. അങ്ങനെ സമരത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശമാണ്. ഒരണയിൽ നിന്ന് 10 പൈസയാക്കിയാ കൂട്ടിയത്. 10 പൈസയാക്കിയിട്ട് അന്ന് EMSന്റെ സർക്കാർ കൂട്ടിയപ്പോ തിരിച്ചവർക്ക് പിന്നോട്ട് വരേണ്ടി വന്നു. ഒരണയാക്കി തന്നെ അന്ന് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുട്ടുമടക്കിയ ചരിത്രം, അത് KSUവിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ചരിത്രം. SFIക്കാർക്ക് റോളുണ്ട്. ആ സമയത്ത് KSU ആണ്. ഈ നമുക്ക് ശ്രീ മോഹൻ എന്ത് ചെയ്യും? മോഹനൻ ഒരു സമ്മതിച്ചില്ല, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്.
ഇന്നും 58-ലെ സമരവും 60 അല്ല ഞാൻ ഇന്നും 58-ലെ സമരം ഒരെണ്ണ സമരമല്ല. ഇന്നും ഞങ്ങൾ കാലത്ര മാറി. ഇതിന് കണക്കായിട്ട് ചെറുപ്പക്കാരായ ഇവർ മാറി വരണ്ടേ, ചിന്താഗതി മാറണ്ടേ? കാരണം അത് കഴിഞ്ഞിട്ടും ഇന്ന് 10-60 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ആ നിൽക്കുന്ന ഒരെണ്ണയും 10 വയസ്സിൽ തന്നെ ഇന്നും വേണമെന്നാണോ? 1 രൂപയിൽ ഒരു മാറ്റം, അവകാശങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ കൺസെഷൻ ആ അവകാശം ഈ പകുതി 1 രൂപ ഇല്ലാതാക്കുക, പകുതി കൺസെഷൻ അവകാശം എടുത്തു കളയുന്നല്ല, തീരെ കൊടുക്കാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. ആ കൺസെഷൻ പുനർചിന്തിച്ച് അതൊരു ആ നിലവിലുള്ളതിന്റെ പകുതിയാക്കുക. അപ്പൊ പകുതി അവകാശമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ തർക്കിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ്. അപ്പോ ദയവായിട്ട് ആ കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കരുത്. ഒരു ചോദ്യം, നിങ്ങൾ നല്ല പൗരന്മാരെ വളർത്തിയെടുക്കണം. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ നല്ല ഉഷാറുള്ള പൗരന്മാരെ നമുക്ക് വളർത്തിയെടുക്കണം. ഈ വളർത്തിയെടുക്കേണ്ട പണി എന്തിനെങ്കിലും ബസ് ഉടമകളുടെ തലയിൽ കിട്ടും? ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ നിങ്ങളും എല്ലാവരും അവസാനം എത്തിച്ചേരുന്ന ഒരു നരേഷൻ ഉണ്ട്. അതായത് 1 രൂപ കൊടുത്താൽ, അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയും. അതായത് 1 രൂപ എടുക്കാനില്ലാത്ത ആരുമില്ല, അല്ലെങ്കിൽ 1 രൂപ കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പോലും നാണക്കേടാണെന്ന തരത്തിലേക്കുള്ള ഒരു നരേഷൻ നമ്മുടെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അങ്ങനെ ഒരു ചർച്ച അത് ഇല്ലാതെ ഇപ്പം ജോയലിന് വേണമെങ്കിൽ പറയാം. ജോയൽ അത് ഒരു ഉറപ്പിയല്ലേ പിള്ളേര് മാസത്തിൽ മൊബൈൽ ചാർജിന് പോക്കറ്റ് മണി അങ്ങനെയൊന്നുമല്ല. മാറിയിട്ടില്ല. കേരളം ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തുടരുകയാണ്. നമ്മൾ കടുത്ത ദാരിദ്ര്യത്തിലാണ്. അങ്ങനെയല്ല, അതിന്റെ മെറിറ്റിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ ഈ ബസ് ഉടമകള് ഈ വിദ്യാർത്ഥികൾ 1 രൂപയ്ക്ക് കൊണ്ടുപോകുന്നത് ആ വിദ്യാർത്ഥികളെ എന്തോ ഔദാര്യത്തിന് പുറത്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല. ബസ് ഉടമകളുടെ ഔദാര്യം മാറിയല്ലേ? നിങ്ങൾ അവർക്ക് ഡീസൽ സബ്സിഡി അല്ലല്ല, ബസ് ഉടമകൾ അങ്ങനെ. കാരണം അവര് പറയുന്നത് നമുക്ക് ഡീസൽ സബ്സിഡി തരുന്നില്ല, നികുതി സബ്സിഡി തരുന്നില്ല, ഈ കുട്ടികളെ കൊണ്ടുപോകേണ്ട സർക്കാരിന്റെ പണിയാണ്, അത് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഹൈക്കോടതി പോലും പറഞ്ഞു. ഇത് ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ അവര് ഞാൻ ആദ്യം പറഞ്ഞ തന്നെ പ്രൈവറ്റ് ബസ് ഉടമകൾ എന്ന് പറയല്, പ്രൈവറ്റ് ബസ് ഉടമകളിലെ 3 സംഘടനകളാണ് ഇപ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിനകത്ത് ഒരു സംഘടന ഉൾപ്പെടെ മാറിയിട്ടുണ്ട്, ഒരു വിഭാഗം ബസ് ഉടമകൾ. നിങ്ങൾ സത്യത്തില് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സംഘടനക്ക് തന്നെ ഇത് ആവശ്യം സ്പ്ലിറ്റ് ആകുക എന്ന് പറയുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നേ പറയാ. ഇവരുടെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ചാലക്കുടിയിലോ എറണാകുളത്തുള്ള ഒരു ചെറിയ സംഘടനയാണ് ഈ ഫോറം. എതിര് ഞാൻ പറഞ്ഞുതരാം. മന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുള്ള, ഞാൻ ഇത് പറയുന്നത് മന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട മന്ത്രിയാണ്. അപ്പൊ മന്ത്രിയും ഈ കാര്യത്തിലും മന്ത്രിയുടെ ഒരു പങ്ക് അതിലുണ്ട്. യാഥാർത്ഥ്യം, അതെ, യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി ഒരു ടൂളായിട്ട് ഇവരെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. എങ്കിലും 22-ാം തീയതിയുള്ള സമരം പരിപൂർണ്ണ സമരം ആയിരിക്കും. പരിപൂർണ്ണ വിജയം കിട്ടുന്നവർ ഞങ്ങൾ സമരം ചെയ്യും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നിർത്താൻ വേണ്ടിയല്ല, ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനോട് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാ സങ്കടം തോന്നുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു പത്തോ 30% ബസ് ഉടമസ്ഥർ പിടിച്ചു നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ എങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാകും. ഒരു 70% ബസ് ഉടമകളും ഏകദേശം ജീവിച്ചതിന് ജീവിച്ചിരിക്കുന്നു പറഞ്ഞ ഒരു അവസ്ഥ. ആ കാര്യങ്ങൾ വേറെ നിങ്ങൾ സമൂഹത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഈ മോഹനേട്ടൻ ഇത് പറയുമ്പോ, ഈ മോഹൻജി അത് പറയുമ്പോ അതിലൊരു സങ്കടമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ അതിലേക്ക് വരാം. ജീവിതത്തിന്റെ പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ പൊതുമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു ചർച്ച, അതായത് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് 1 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്നില്ലെന്നോ നാണക്കേട് വേണം എന്നൊരു നരേഷൻ നമ്മൾ ചിത്രീകരിക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് SFIക്ക് ഇതുമായി ബന്ധപ്പെട്ടത്. നമ്മൾ SFI ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ വന്നാൽ ആദ്യം അവനെ യാത്രാ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ ഒരു ബസ്സിൽ ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ 1 രൂപ കൊടുക്കുന്നത് എനിക്ക് നാണം തോന്നേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് ആ വിദ്യാർത്ഥിയുടെ അവകാശമാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താം. ഇത്തരത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടാകാം. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് പല ബസ് ഉടമകളും ശ്രമിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഇന്റർവ്യൂ SFI ഏറ്റവും എല്ലാ കാലവും കഴിഞ്ഞ വർഷം ജില്ലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലേക്ക് SFI മാർച്ച് നടത്തി. ബസ് സ്റ്റാൻഡ് ഇന്റർവ്യൂ. കാരണം ബസ്സിൽ പാസ് എടുക്കുന്ന വിദ്യാർത്ഥി ഏറ്റവും അവസാനമേ കയറാൻ വേണ്ടി പാടുള്ളൂ.
അല്ലെങ്കിൽ ബസ്സിനുള്ളിൽ കയറിയാൽ വിദ്യാർത്ഥിക്ക് സീറ്റിൽ ഇരിക്കാനുള്ള അവകാശമില്ല. അവനെന്തോ ഔദാര്യത്തിന്റെ പുറത്ത് ബസ് ജീവനക്കാര് നിന്നെ വീട്ടിലാക്കാം എന്നുള്ള ഔദാര്യത്തിന് പുറത്ത് അവൻ പോകണം എന്ന തരത്തിലേക്കുള്ള പല ചിന്തയും നമ്മൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ പോലും പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. അത് ഒരു കാരണവശാലും SFI അംഗീകരിക്കുന്നില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ നേരത്തെ ഇത് മുതലാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിലും, അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ₹1 പല സ്ഥലങ്ങളിലും മേടിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും 2.5 കിലോമീറ്റർ ഓടുമ്പോൾ ₹2 മേടിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നെല്ലിക്കുറ്റിയിൽ നിന്ന് ചെമ്പേരിയിലേക്ക് 4 കിലോമീറ്റർ ശരാശരി ദൂരം, അവിടെ നിന്ന് മേടിക്കുന്ന രൂപ ₹5. നിയമപരമായിട്ട് അത് മേടിക്കാൻ വേണ്ടി പാടില്ല. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ പല ബസ് ജീവനക്കാർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന നല്ല ഈ ജില്ലയിൽ മാത്രമല്ല, പുറത്തെ ജില്ലകൾ, പ്രധാനപ്പെട്ട തെക്കോട്ടുള്ള പല ജില്ലകളിലും അവിടെ ഈ ₹2 പല സ്ഥലങ്ങളിൽ ₹5. പല 2.5 കിലോമീറ്റർ ₹5 മേടിക്കുന്ന പല ജില്ലകളും ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിൽ ഇത് നിൽക്കുകയാണ്. വിദ്യാർത്ഥികളെന്തോ ഔദാര്യത്തിന് പുറത്ത് പോകുന്ന ആദ്യം ഇത്തരത്തിലുള്ള നിലപാട് നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നമുക്കറിയാം പല ബസ് യാത്രകളും പല സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിൽ, വിദ്യാർത്ഥി കോളേജ് സ്റ്റോപ്പുകളിലും സ്കൂൾ സ്റ്റോപ്പുകളിലും ബസ് നിർത്തുന്നില്ല. നമ്മൾ നിരന്തരം SFI ഇടപെടുന്നതാണ്. SFI എത്രയോ ബസ്സുകൾ കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ തടഞ്ഞ് സമരം ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പയ്യന്നൂർ തളിപ്പറമ്പ് റൂട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് റൂട്ട് പ്രധാനപ്പെട്ട ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കോളേജ് സ്റ്റോപ്പിന് ഒരു 50 മീറ്റർ അപ്പുറം നിർത്തും, എന്നിട്ട് ആളെ ഇറക്കും. അത്തരത്തിൽ ഇപ്പം ഈ ജോയലിന്റെ സംഘടനയുടെ തീരുമാനം ഈ ₹1 നിന്ന് ഒരു പൈസ കൂട്ടാൻ അനുവദിക്കും. പൈസ കൂട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളോട് ജീവനക്കാർ ₹1 ഞാൻ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബസ് ഉടമകൾ ചോദിക്കുക, നിങ്ങൾ ₹1 50 പൈസയ്ക്കോ ഒന്നും തരാതെ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ എന്തിനു സഹിക്കണം എന്നത്. അല്ല, ഇത് സഹിക്കുന്നതിന്റെ ഒന്നുമല്ല, ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആ സംഘടന നേരത്തെ അവര് അത് വിശദീകരിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി, ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാനൊരു 10 ബസ്സിന്റെ ഉടമയാണെങ്കിൽ ഏത് സംഘടനയായാലും, അത് മന്ത്രിയുടെ സംഘടനയായാലും ഏത് ഇടതുപക്ഷ സംഘടനയായാലും എന്ത് സംഘടനയായാലും, ഞാൻ ഒരു 10 ബസ്സിന്റെ ഉടമയാണെങ്കിൽ ഞാൻ എന്റെ നഷ്ടം സഹിച്ചുകൊണ്ട് ദിവസവും ബസ്, തീർച്ചയായിട്ടും നഷ്ടത്തിലാണെങ്കിൽ ഇന്ന് 7000-ഓളം ചില്ലറ ബസ്സുകൾ കേരളത്തിൽ ഓടുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ബസ് സമയവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ തളിപ്പറമ്പ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് 2.5 മിനിറ്റ് ഗ്യാപ്പിൽ തളിപ്പറമ്പിലേക്ക് ബസ് പോയാൽ ചിലപ്പോൾ അത് അവർക്ക് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പം 5 മിനിറ്റ് നഗരങ്ങളിൽ 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടേ ബസ് ഓടാൻ വേണ്ടി പാടും. ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു റൂട്ടിലേക്ക് ബസ്, പല പരിഷ്കാരങ്ങളും അത് ബസ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ ബസ് ഉടമകൾക്ക് മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അത് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഇന്നും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികൾ ₹1 കൊടുത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ബസ് ഉടമകളുടെ മക്കളും ഇതേ ആനുകൂല്യങ്ങൾ പറ്റിയും ആക്കുന്നതാണ്. അത് ഔദാര്യമല്ല, അവകാശമാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് പിന്നെ ബസ് മേഖലയുടെ പ്രതിസന്ധി ആണ് ആങ്കർ അടക്കം വലിയ കൺസേൺ ആയി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രയാസങ്ങൾ കൂടി അഡ്രസ് ചെയ്യപ്പെടണം, അതും കൂടി ചർച്ച ചെയ്യപ്പെടണം. പ്രിയപ്പെട്ട മോനാട്ടിനോട് ഉണ്ടല്ലോ, നിങ്ങളുടെ ബസ്സിന്റെ ജീവനക്കാരോടൊക്കെ കൃത്യമായൊരു നിർദ്ദേശം കൊടുക്കണം. എന്താ, നിങ്ങൾ വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ അല്ല അതൊക്കെ ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് ചെന്ന് നോക്കണം. പല ക്യാമ്പസിൽ നിന്നും വിദ്യാർത്ഥികൾ തടിച്ചുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരും. അവരൊക്കെ ഇങ്ങനെ നിൽക്കുക, ബസ്സിന്റെ മുന്നിൽ ഇങ്ങനെ കേളപേക്ഷിക്കും പോലെ നിൽക്കുക കയറാൻ വേണ്ടി. എന്തിനിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? വിദ്യാർത്ഥികൾ അങ്ങനെ 2ാം തരക്കാരായി കാണേണ്ടവരല്ല, ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ കയറിയിട്ട് അവകാശമുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. വിദ്യാർത്ഥികൾ കയറി കഴിഞ്ഞാൽ തന്നെ എന്താണ്, അതിന്റെ ഉള്ളിൽ നിന്നും എന്താണ് വലിയ രീതിയിൽ അവഹേളനങ്ങളാണ് നടന്നത്. പുറകിലോട്ടേക്ക്, മുമ്പിലോട്ടേക്ക്, ബാക്കിലോട്ടേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ അവഹേളിക്കുന്നതിൽ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന സാഹചര്യം നിരവധിയാണ്. പല ക്യാമ്പസിന്റെ മുന്നിലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊന്നും തന്നെ നിർത്താത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ അംഗീകരിക്കാൻ
പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ ഉണ്ടാവണം. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇതിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. സർക്കാർ തന്നെ ഇതിന് മുൻകൈ എടുക്കണം. കോളേജ് തലത്തിൽ, സ്കൂൾ തലത്തിൽ ഇത്തരം പരാതികൾ ഒക്കെ തന്നെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഉണ്ടാകണം. PTA പ്രതിനിധികൾ, അതുപോലെ തന്നെ അധ്യാപകർ, വിദ്യാർത്ഥി സംഘടന പ്രതിനിധി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയിലേക്ക് വിദ്യാർത്ഥികൾ പരാതി കൊടുത്ത് ആ സമിതി RTOക്കും പോലീസിനും പരാതി കൃത്യമായി ഫോർവേഡ് ചെയ്യുന്ന രീതിക്ക് പോയാലേ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ ദിവസമാണ് ദൃശ്യം വന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിഷ്വൽ നമ്മൾ കാണാണ്, കുട്ടി ഇറങ്ങുമ്പോൾ ബസ് നീങ്ങുക, കുട്ടി നിലത്ത് അടിച്ച് റോഡിൽ വീഴുക. ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. അതൊന്നും നമ്മൾ കാണാതെ പോരുത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബസ് ജീവനക്കാർ വിദ്യാർത്ഥി സൗഹൃദമായി മുന്നോട്ട് പോകാനാണ്, വിദ്യാർത്ഥികളെ ശത്രുക്കളായി കാണാൻ വേണ്ടി തയ്യാറാണ്. ഒന്ന്, നിങ്ങളുടെ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കേണ്ടത് ഗവൺമെന്റിൽ നിന്നാണ്. നിങ്ങൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകേ. പണ്ട് നമ്മൾ കുട്ടികളെ ബഹുമാനിച്ചല്ല വളർത്തിയിരുന്നത്, ശാസിച്ചും ശിക്ഷിച്ചോ. ഇന്ന് കാലം മാറി, ഇന്ന് മക്കളെ ബഹുമാനിച്ചാണ് നമ്മൾ വളർത്തുന്നത്. നാളെ വളർന്നു വരുന്ന ആ തലമുറയ്ക്ക് അവർക്ക് തന്നെ അവരോടൊരു മതിപ്പ് തോന്നുന്നതിൽ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ കുട്ടികളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരു വിഭാഗമായി ബസ് ജീവനക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും ക്ലിയർ ആയി നിൽക്കരുത്. ശരി, ഞാൻ സമ്മതിക്കുന്നുണ്ടോ? അല്ല, ഞാൻ മനസ്സിൽ പറഞ്ഞുതരാം. ഇവരെ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവർ രണ്ടാളും ഇപ്പം പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടികളെ കയറ്റുന്നില്ല. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് 10-100 കുട്ടികളെ കയറ്റിയാൽ 100 രൂപ കിട്ടും. അത് തലശ്ശേരി പോകുന്ന ബസ്സാണെങ്കിൽ തോട്ടയുടെ എത്തുമ്പോൾ ITI എടുക്കുക, പോളിന്റെ എടുക്കുക എത്തുമ്പോൾ 100 കുട്ടികൾ ആരുടെ പിന്നെ ആരാ ഉണ്ടാവുക? കാലിയടിച്ചു പോകണം. ഈ 100 രൂപ, ഈ 100 കുട്ടികളെ കയറ്റിയാലാണ് 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയാം അവിടുന്ന് അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റോടും MVDയോടും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പാസഞ്ചേഴ്സ് കയറി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കയറാം. അത് കാരണം ഇവിടുന്ന് ചെറിയ ദൂരത്തിനേക്കാ കുട്ടികൾക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കാലിയടിച്ച് പോകേണ്ട എന്ത് ചെയ്യും? അതിനുശേഷം ഞങ്ങൾ അങ്ങനെയല്ല, നമ്മള് ആ വിഷയം നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തു തന്നെയാണ്. പക്ഷേ നമ്മൾ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിലുൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇത് വലിയ പ്രശ്നം. ഇത് സ്കൂൾ തുറക്കുന്ന വർഷാരംഭങ്ങൾ ജൂൺ മാസങ്ങളിൽ ഇത് വലിയ രീതിയിൽ നമ്മൾ SFI ഉൾപ്പെടെ ഇടപെടുന്ന ഒരു വിഷയമാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല വസ്തുത. പല സ്ഥലങ്ങളിലും ഈ ബസ് ജീവനക്കാർ മോശമായിട്ട്, വളരെ മോശമായിട്ട്, സ്വാഭാവികമായിട്ട് ചെറിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കത് വലിയ മാനസികമായിട്ടുള്ള പ്രയാസം ഉൾപ്പെടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്റ്റാൻഡിൽ ഉൾപ്പെടെ രാവിലെ ഒരാൾ നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തരുന്ന നിലയുണ്ട്. കാരണം വെയിലത്ത് നിൽക്കുകയാണ് കുട്ടികൾ ഇങ്ങനെ രണ്ടാം തര പൗരനായിട്ട്. നമ്മൾ അത് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഓൻ തിരിച്ചറിയണം, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഇവിടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ബസ് കൺസെഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഞാൻ രൂപപ്പെടുത്തത്, ഞാൻ ഇന്ന് നേടിയെടുത്തിട്ടുള്ള എൻ്റെ വിദ്യാഭ്യാസം അത് ഞാൻ മാത്രം നേടിയെടുത്തതല്ല, അതിന് ഈ സാമൂഹികമായിട്ട് എനിക്ക് വലിയ പിൻബലങ്ങൾ, ഇവിടുത്തെ ബസ്സും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ സർവ്വസാമൂഹിക അന്തരീക്ഷവും എനിക്ക് ഈ വിദ്യാഭ്യാസത്തിന് കാരണമായിട്ടുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന നിലയിലേക്കാണ് നമ്മൾ ഇന്നത്തെ കേരളത്തിന്റെ മാറേണ്ടത്. നമ്മുടെ സമയം തീരുകയാണ്. ഒരു കാര്യം, നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം, വിദ്യാർത്ഥി സംഘടന 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല. ബസ് ഉടമകൾക്കാണെങ്കിൽ ഇത് കൂട്ടാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. ഈ വിഷയത്തിൽ ശരിക്കും ഇടപെടേണ്ടത് സർക്കാരാണ്. കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ബസ്സിൽ ഇൻ്റർവ്യൂവിന് വിധേയനാകുക, ബസ്സിൽ കയറ്റാതിരിക്കുക, അവരോട് മോശമായി പെരുമാറുക, ഇതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല. ഇങ്ങനെയുള്ള ജീവനക്കാരെ ട്രെയിൻ ചെയ്ത് വിടുന്ന ബസ് ഉടമകളുണ്ടെങ്കിൽ അവരെയും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആത്യന്തികമായി സർക്കാരാണ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള സൗജന്യങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ ആശുപത്രികൾ ആർക്കും പോയി എപ്പോഴും കിടന്ന് ചികിത്സിക്കാമായിരുന്നു, ഒരു പൈസയും കൊടുക്കാതെ ഇറങ്ങിപ്പോരാമായിരുന്നു. ഇന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് കയറണമെങ്കിൽ 5 രൂപ 10 രൂപ എൻട്രി ഫീസ് കൊടുക്കേണ്ട കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ 1 രൂപ തന്നെ കൊടുക്കണ്ട എന്നൊരു അഭിപ്രായം നേർറേക്കുള്ളൂ. കാരണം ആ 1 രൂപയും കൊടുക്കാതിരിക്കുക. ഈ പൈസ കൊടുത്തല്ല, പഠിക്കാൻ പോകുന്ന കുട്ടികൾ തീർത്തും സൗജന്യമായി കർണാടക തമിഴ്നാട് മോഡലിൽ പോയി പഠിച്ചു വരാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കണം. അതിന് വേണ്ട സബ്സിഡി സർക്കാർ ഈ ബസ് ഉടമകൾക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ, ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വേറൊരു ഗുണമുണ്ടായി. 5 രൂപ എൻട്രി കൊടുത്ത് കയറിയാലും ലക്ഷക്കണക്കിന് രൂപയുടെ സർജറി അവിടെ മിനിമം നിരക്കിൽ ഇപ്പോൾ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. സൗജന്യമായി ചെയ്ത് കിട്ടുന്ന സ്ഥിതിയുണ്ട്. ഇൻഷുറൻസിൻ്റെ പരിരക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ വ്യവസായത്തിലും ആലോചിക്കണം. എങ്ങനെ നമ്മുടെ കുട്ടികളെ നല്ല അഭിമാനത്തോടു കൂടി ബസ്സിൽ കയറി ഇരുന്ന് പോകാം,
ഏത് കാലിയായ ആളുകളെ കയറ്റി ഇരുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായി കയറി അഭിമാനത്തോടു കൂടി സ്വകാര്യ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ സർക്കാരാണ് ഒരുങ്ങേണ്ടത്. അതിന് വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ഇതൊരു ഗൗരവമുള്ള വിഷയമായി കാണണം എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. സമയം തീരുകയാണ്. നേർരേഖയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നിർത്തുന്നു.